എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോളത്തിൻ്റെ ഒരു പായസം വെക്കാം. അപ്പം നിങ്ങളെ അതിന് എന്തൊക്കെ വേണമെന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയതല്ല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ 1/2 കിലോ ഉണ്ട ഇങ്ങനെ ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ചോളത്തിൻ്റെ കണ്ട ഒരെണ്ണം അത് ഞാൻ ചരുവത്തി വെച്ചൊന്ന് വേവിച്ച് വെച്ചേക്കുക. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. എന്നുവെച്ചാൽ ഒന്ന് ചതച്ച് വാരണം, അല്ലാതെ ഇങ്ങനെ ഇട്ട് വെക്കാനൊക്കത്തില്ലല്ലോ. പിന്നെ പാല് ഇത്രയും മതി. പിന്നെ ഇച്ചിരി നെയ്ക്കകത്ത് ഇച്ചിരി കിസ്മിസ് വറുത്ത് ചേർക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി നെയ്യിടാം. അപ്പോൾ ആ നെയ്ക്കകത്ത് നമുക്ക് ഇച്ചിരി മുന്തിരിങ്ങ മാത്രമേ ഉള്ളൂ. അത് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പം വേണ്ട മുന്തിരിങ്ങ ആ നെയ്ക്കകത്തോട്ട് കിടന്ന് ഈ മുന്തിരിങ്ങ മാത്രം ഒന്ന് നമുക്ക് ഈ മുന്തിരിങ്ങ കഴിഞ്ഞ് വറുത്ത് കോരി എടുത്തിട്ട് നമുക്ക് ആ ചോളം നമുക്ക് അരച്ച് വെച്ച് ഇതിനകത്തോട്ട് ഇടും. അപ്പം നമ്മുടെ ചോളം നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് ചതച്ചതേ ഉള്ളൂ കേട്ടോ. ഇതങ്ങ് അരിഞ്ഞു പോകും. അതുകൊണ്ട് ശരിക്കും ഒന്ന് ചതയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ആ ചതച്ചത് നമ്മൾ ഈ നെയ്ക്ക് അകത്തിട്ടൊന്ന് നല്ലോണം ഒരു ശകലം ഒന്ന് നേരെ ഒന്ന് മൂക്കത്തിടും. അപ്പം നമ്മുടെ ഇത് മുത്തുന്നിമ്മളെ ഇനി നമ്മുടെ ഈ ഉണ്ട പാവ് കാച്ചി വെച്ച് ഇതിനകത്തോട്ട് ഒഴിക്കുക. നമ്മൾ അഴുക്ക് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് പോകും. അപ്പം നമ്മുടെ ഉണ്ട പാവ് കാച്ചി നമ്മളത് ഇനി നമുക്കിത് ശരിക്കും ഒന്നിങ്ങനെ ഇളക്കാം. നമ്മുടെ ചോളം പായസമാണ്, ചോളത്തിൻ്റെ പായസം. അപ്പം ഇന്ന് പാറക്കുട്ടിയുണ്ട്. പാറക്കുട്ടി ഇവിടെ നിൽക്കുക. അവൾ പായസം വെക്കുന്നേക്ക. അവൾക്ക് ഇതൊന്നും വേണ്ട, മധുരം ഒരു വകയും കഴിക്കത്തില്ല. പിന്നെ ഞാൻ വെക്കുന്നത് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. എന്നോട് പറയാം എന്നെ എടുക്ക്. അപ്പം ഞാൻ അവളെയും കൊണ്ടാ ഇതൊന്ന് വെച്ച് വെക്കാവില്ല എന്ന് വിചാരിച്ചിരിക്കും. ഓക്കെ. എല്ലാവർക്കും ഹായ് എന്നൊന്ന് പറഞ്ഞു. എല്ലാവർക്കും സുഖമാണെന്നൊന്ന് ചോദിച്ചേ. അപ്പം നമ്മുടെ പായസം ഇങ്ങനെ കിടന്നുകൊണ്ട് തിളച്ച് ഇത് നല്ലോണം കുറുകണം. അപ്പം നമ്മുടെ പായസം എല്ലാം നല്ലോണം കുറുകുന്നത് നല്ല ഈ ചക്ക വഴറ്റിയതുപോലെ ഇരിക്കുന്നു. നന്നായിട്ട് കുറുകി. ഇനി പക്ഷെ ഞാൻ ഇച്ചിരി പാലെടുത്ത് ഇതിനകത്ത് ഒഴിച്ച് നോക്കി, പക്ഷെ പിരിഞ്ഞിട്ടില്ല. നമ്മളിന്ന് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. ഇന്ന് നമ്മൾ പശുവും പാലാണ് ചേർക്കുന്നത്. അത് കറക്റ്റ് ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ ഇച്ചിരി ചേർക്കും. അപ്പം നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു. ഈ ഉണ്ടയൊക്കെ അതിലെല്ലാം പിടിച്ച് നന്നായിട്ട് പായസം നല്ല ഇരിക്കുന്നു. അപ്പം നമ്മുടെ പായസം നല്ലോണം കുറുകിയിട്ടുണ്ട്, ചക്ക വഴറ്റിയതുപോലെ. അപ്പം അതിനകത്തോട്ട് നമുക്ക് ഒരു പാത്രം പാലൊന്ന് ഒഴിച്ച് നോക്കാം. പിരിയുന്നോന്നറിയാത്ത നമ്മുടെ പാല് ഞാനൊന്ന് എടുത്ത് ചേർത്തിട്ട് നമ്മൾ ഒരു മൊന്ത പാലൊഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ശരിക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിയുമ്പം ചിലപ്പോൾ പിരിയത്തില്ലായിരിക്കും. ഇവിടുത്തെ ഉണ്ട ആയതുകൊണ്ടാണ് ഈ പേടി. അപ്പം നമ്മുടെ പായസം എല്ലാം നല്ല നമ്മൾ ഒരു മൊന്ത പായസം പാലൊഴിച്ചിട്ടുണ്ട്. ഞാനിത് നല്ലോണം ഒന്ന് ഇളക്കുക. തീ കുറച്ചിട്ടേക്കുക, ഏറ്റവും കുറവിലിട്ടേക്കുക തീ. അപ്പം നമ്മുടെ പായസം ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. ഞാൻ ഇളക്കി ഇത് കുറുകി. അപ്പം നമ്മുടെ പായസം ഏകദേശം ആവാറായപ്പം നമുക്ക് ഈ മുന്തിരിങ്ങയൊക്കെ ഇതിനകത്തോട്ടിടാം. പിന്നെ നമ്മൾ ഇച്ചിരി നെയ്യൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. നമ്മൾ വേണ്ടി ഇത്രയും നെയ്യൂടെ ചേർക്കും. അപ്പം അതെല്ലാം കൂടെ കിടന്നിങ്ങനെ ഒന്ന് നല്ലോണം കുറുകട്ടെ. കുറുകി ഇപ്പം തന്നെ കണ്ടോ നല്ലോണം കുറുകിയിട്ടുണ്ട്. നമ്മൾ ഒരു മൊന്ത പാലേ ഒഴിച്ചുള്ളൂ. അതായത് ഇതിനൊരു മൊന്ത പാല്, നാഴൂരിപ്പാല് കാണും, അത്രേ ഒഴിച്ചിട്ടുള്ളൂ. നമ്മുടെ ഉണ്ടയുടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അരച്ച് അതെല്ലാം നെയ്ക്കകത്ത് ഒഴിച്ച് കഴിയുമ്പം വെള്ളമില്ല. അപ്പം നമ്മൾ അങ്ങനെ പായസം എല്ലാം നമ്മൾ റെഡിയാണ്.
അപ്പം നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ശകല ഏലക്കാപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കും. അപ്പം നമ്മുടെ പായസം എല്ലാം റെഡിയായി. ഇനി നമ്മൾ പായസം അങ്ങ് നിർത്തുക. അപ്പം പിന്നെ ഞാൻ കുഞ്ഞിനെ അവള് പായസം എല്ലാം റെഡിയായി. നമ്മൾ കെടുത്തി ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരടപ്പിട്ട് അടച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാം ചോളം കിട്ടുവാണെങ്കിൽ പായസം വെച്ച് നോക്കും. നല്ല അടിപൊളി പായസമായിരിക്കും. വലിയ ചിലവൊന്നുമില്ല. അത് വേവിക്കുക, വേവിച്ച് ഒന്ന് കറക്കുക മിക്സിക്കകത്തിട്ട്, അല്ലാതെ അരഞ്ഞു പോകരുത്. എന്നിട്ട് അത് ഇച്ചിരി നെയ്ക്കകത്തിട്ട് വഴറ്റിയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് കൊടുക്കുക. ഉണ്ടയല്ലേ, പഞ്ചസാരയല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പം മോളും പറ, ഒരു ടാറ്റ പറഞ്ഞേ. ബൈ ബൈ. ഓക്കെ എന്ന് പറ. ഓക്കെ, സീ യു.